വാർത്തകൾ വിശദമായി നോക്കാം. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടി പീഡനത്തിനിരയായ കേസ് ഡിഐജി അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള 25 പേരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. അതേസമയം കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 26 കസ്റ്റഡിയിലുള്ള 7 പേരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പത്തനംതിട്ട പീഡനക്കേസിൽ ദേശീയ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ പോലീസിനോട് റിപ്പോർട്ട് തേടിയ സാഹചര്യത്തിലാണ് കേസിന്റെ അതീവ പ്രാധാന്യം മനസ്സിലാക്കി അന്വേഷണത്തിന്റെ മേൽനോട്ടം ഡിഐജി അജിത ബീഗം ഏറ്റെടുത്തത്. നിലവിൽ അന്വേഷണം നടക്കുന്ന പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള 25 ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുക. ഇലവന്തിട്ട, പത്തനംതിട്ട എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 9 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പ്രായപൂർത്തിയാവാത്ത 3 പേരും ഉൾപ്പെടുന്നു. പെൺകുട്ടിയുടെ നഗ്നദൃശ്യം ഉപയോഗിച്ച് കൂടുതൽ പേർ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി പീഡിപ്പിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സ്മാർട്ട് ഫോൺ ഉപയോഗമറിയാത്ത അച്ഛന്റെ മൊബൈൽ ഫോൺ വഴിയായിരുന്നു പെൺകുട്ടിയും പ്രതികളുമായുള്ള ആശയവിനിമയം. പെൺകുട്ടിയുടെ ഫോൺ നമ്പരും പ്രതികൾ പ്രചരിപ്പിച്ചു. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചും ചുട്ടിപ്പാറയിൽ വെച്ചും പെൺകുട്ടിയെ പ്രതികൾ പീഡിപ്പിച്ചതായി കണ്ടെത്തി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ജില്ലയുടെ പുറത്തേക്കും വ്യാപിപ്പിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ അറസ്റ്റുണ്ടാവാനാണ് സാധ്യത. ന്യൂസ് 18 പത്തനംതിട്ട.